നോ കിങ്സ്, രാജാക്കന്മാരില്ല, ഇവിടെ ജനാധിപത്യമാണ്. രാജാക്കന്മാരും കോടീശ്വരന്മാരും ഞങ്ങളെ ഭരിക്കണ്ട, അവരല്ല തീരുമാനമെടുക്കുന്നത്. സ്വേച്ഛാധിപത്യം പാടില്ല. അനാവശ്യമായി രാജ്യങ്ങളുടെ മേൽ അധിനിവേശം നടത്തി ആരെയെങ്കിലും സുഖിപ്പിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ അവസ്ഥ ഗതികേടിലാക്കണ്ട. മനുഷ്യക്കുരുതിക്ക് കൂട്ടുനിൽക്കരുത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ തെരുവീതികളിൽ പ്രതിഷേധവുമായി ഇറങ്ങിയത്. നോ കിങ്സ് എന്ന ബോർഡ് ഉയർത്തിയാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. BBC അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക കണ്ട വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ്. എന്നുവെച്ചാൽ അത്രമേൽ ആ ജനതയും ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, അത്രമേൽ ആ ജനതയുടെ മാനസികാവസ്ഥയും തകർക്കപ്പെട്ടിരിക്കുന്നു, അത്രമേൽ ആ ജനത അപമാനിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ നേതാവാണ് ഈ ആൾ എന്ന് പറയുന്നതിൽ അവർക്കിന്ന് അഭിമാനമല്ല, അപമാനമാണുള്ളത്. ആ സന്ദർഭത്തിലാണ് തെരുവീതികളിൽ പ്രക്ഷോഭവുമായി എല്ലാ പ്രവിശ്യകളിലും ആളുകൾ രംഗത്തിറങ്ങിയത്. ട്രംപിനെ പോലെ ഒരാളിന് മികച്ച ഭൂരിപക്ഷം നൽകി അധികാരത്തിലെത്തിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അമേരിക്കയെ അപമാനിക്കുന്ന തരത്തിലുള്ള കോപ്രായങ്ങളും കോലാഹലങ്ങളും കുനിഷ്ടബുദ്ധികളുമാണ് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എഫ്സ്റ്റീൻ ഫയലിലെ അപമാനം ഒരു വശത്ത്, കൂടാതെ ഓരോ പത്രസമ്മേളനങ്ങളിലും അദ്ദേഹം നടത്തുന്ന ഗിമ്മിക്കുകളും ഷോകളും അതുപോലെ തന്നെ അസന്മാർഗിക വാക്കുകളും ഒക്കെയും ആ ജനതയെ നാണം കെടുത്തുന്നു. അതോടൊപ്പമാണ് ഫലസ്തീനിലെ കൂട്ടക്കുരുതിക്ക് ഇസ്രയേലിന് നൽകിയ മൗനമായ പിന്തുണ, പിന്നിപ്പോൾ ഇറാനിലേക്കുള്ള അധിനിവേശം. ഇതെല്ലാം പ്രതിസന്ധിയിലാക്കുന്നത് അമേരിക്ക ഒഴിച്ചുള്ള ലോകരാജ്യങ്ങളെയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ജനങ്ങളെയാണ്. ഇന്ധനച്ചെലവും വർദ്ധിക്കുന്ന ജീവിതച്ചെലവും ഒക്കെ ജനങ്ങൾക്കാകെ ഭാരമാകുന്നു. ഊർജ്ജ പ്രതിസന്ധി വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതൊന്നും നോക്കാതെ പൊട്ടൻ പുട്ടുവിഴുങ്ങിയതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടത്തുന്ന കോപ്രായങ്ങൾ കണ്ടാണ് ഇയാൾ രാജാവല്ല, മറിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഒന്നും രണ്ടും കുറച്ചു പേരൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ്. ഭരണകൂടം എല്ലാ നിയന്ത്രണവും വിട്ട് രാജാക്കന്മാരായി മാറുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ജനതയുണ്ടാവും. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയാണ് പല പ്രതിഷേധങ്ങളും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളൊക്കെ മഹത്തായ വിപ്ലവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതും പറയുമ്പോഴും ജാതീയതയുടെയും വർഗീയതയുടെയും കൂനാക്കുരുക്കുകളിൽപ്പെട്ട് അതിൽ കിടന്ന് നട്ടം തിരിയുന്ന ഈ പറയുന്ന മനുഷ്യക്കൂട്ടങ്ങളെയാണ് കണ്ടതെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരെന്ന് നോക്കാതെ ചില തിന്മകൾക്കെതിരെ ഉറക്ക ശബ്ദമുണ്ടാക്കിയത് എല്ലാ കാലത്തും യൂറോപ്പായിരുന്നു. പല വിപ്ലവങ്ങളും അതുകൊണ്ടാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവമെന്നും മറ്റു പല വിപ്ലവങ്ങളുടെ പേരുകളിലൊക്കെ നമ്മൾ വായിച്ചു പോരുന്നത്. അങ്ങനെ അവകാശപ്പെടാൻ നമുക്കൂടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു ശിപ്പായി ലഹളയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവകാശപ്പെടുന്ന ഗതികെട്ട് എത്രയോ നൂറ്റാണ്ടുകൾ സഹിച്ച ശേഷം അവസാനം എഴുന്നേറ്റ് നിന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനെയല്ല. അവർ ബോധപൂർവം അനുഭവിച്ചു തുടങ്ങിയാൽ നിർഭയരായി തെരുവിലേക്കിറങ്ങും. അതാണ് അമേരിക്കയിൽ കണ്ടത്. ഇത് ട്രംപിന് കടുത്തൊരു വെല്ലുവിളിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എത്ര നീട്ടിക്കൊണ്ടുപോയാലും പൊട്ടത്തരം പറഞ്ഞ് നാളെ തീരും, അടുത്ത മാസം തീരും, തീരില്ല, തീർന്നു എന്നൊക്കെ പറയുന്ന മനോദര തെറ്റിയ രാജാവിൻ്റെ ആ വിക്രിയകളെയാണ് ജനം തെരുവിൽ ചോദ്യം ചെയ്യുന്നത്.